പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇത് ആരാധനയുടെ സമയമാണ്. ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയം. ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ മോളെ മോനെ, നിന്നെ കാണാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ട്. നിന്നെ കേൾക്കാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ ഈ അൾത്താരയിലുണ്ട്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞതാണല്ലോ, നിന്നെ രക്ഷിക്കാനാകാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അതാ കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നിന്റെ വിഷമം, നിന്റെ വേദനകൾ, നിന്റെ കണ്ണുനീര്, നിന്റെ നൊമ്പരങ്ങൾ എല്ലാം ഏറ്റെടുക്കാൻ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ കർത്താവെ നീ കരുണയോടെ കാണണമേ. ഒത്തിരി വേദനിച്ചും സങ്കടപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും ഒക്കെ കഴിയുന്ന മക്കളുണ്ട്. നിന്റെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. വല്ലാതെ നീറിയും നൊമ്പരപ്പെട്ടും ജീവിതത്തിൽ വല്ലാതെ സംഘർഷത്തിലും അസ്വസ്ഥതകളിലും തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ഭാരപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിന്റെ കരുണ ഈ മക്കളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ 116:11 മുതലുള്ള വചനങ്ങളിൽ 12-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങനെയാണല്ലോ, കർത്താവേ, അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഈശോയെ, നിന്റെ സ്നേഹത്തിനും നിന്റെ കാരുണ്യത്തിനൊക്കെ ഈ നിമിഷം നന്ദി പറയുന്നു. മുന്നോട്ടും നിന്റെ കരുണയിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന നിമിഷങ്ങളിൽ നിങ്ങളുടെ വേദനകളെ, വിഷമങ്ങളൊക്കെ കർത്താവിന് കൊടുക്കുക. 119-ാം സങ്കീർത്തനത്തിൽ 28-ാമത്തെ വചനത്തിൽ അതിനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സങ്കീർത്തകന്റെ ഒരു ഭാരമാണ്. സങ്കീർത്തകൻ പറയാണ്, ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. കർത്താവേ, അമിത ദുഃഖത്താൽ, വേദനയാൽ, മനസ്സിൻ്റെ പീഡയാലൊക്കെ അല്ലാതെ ഭാരപ്പെടുന്നവർ, ഉരുകുന്നവർ ഇതിനകത്തുണ്ടാകാം. അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നു, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. കർത്താവ്, ഇങ്ങനെയൊക്കെ അനുഭവങ്ങളിലും നിന്റെ വാഗ്ദാനം, നിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്ന ആ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വാഗ്ദാനമനുസരിച്ച് എന്നെ നീ ശക്തിപ്പെടുത്തണമേ. കരങ്ങൾ രണ്ടും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിക്കാം. ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ, രോഗപീഠകൾ, തകർച്ചകൾ, സാമ്പത്തിക ബാധ്യതകൾ, കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉള്ള അസ്വസ്ഥതകൾ, ഇതൊക്കെ നടുവിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ദൈവമേ, നിന്റെ വാഗ്ദാനം അനുസരിച്ച് നീ എന്നെ ശക്തിപ്പെടുത്തണമേ, നീ എന്നെ ബലപ്പെടുത്തണമേ, നീ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം.
ബലം ചോർന്നു പോയ മക്കൾ, ശക്തിയില്ലാതെ തളർന്നു നിൽക്കുന്ന മക്കൾ, നിരാശപ്പെട്ട് ആകുലപ്പെട്ട് ഭയപ്പെട്ട് ഒക്കെ കഴിയുന്ന മക്കളുണ്ട്. കർത്താവേ, ഇവരെ ശക്തിപ്പെടുത്തണമേ. നിന്റെ സ്നേഹത്തിലും നിന്റെ വാഗ്ദാനത്തിലും ഇവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ശക്തിയായി ബലമായി നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സാന്നിധ്യം ശക്തിയായി ബലമായി കർത്താവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. തളർന്നു നിൽക്കുന്ന മക്കള്, മനസ്സിന്റെ ഫലം ക്ഷയിച്ചു പോയവര്, കർത്താവെ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് കഴിയുന്നവരെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും ഈശോയെ പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. മുട്ടുമേലായിരിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കർത്താവിൻ്റെ കരുണ യാചിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആരൊക്കെ നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ടുണ്ടോ അവരെല്ലാം നമ്മൾ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടാകാം, അവരെ നമുക്ക് ചേർത്ത് നിർത്താം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ എല്ലാ മക്കളെയും കുഞ്ഞുമക്കളെയും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ എല്ലാവരെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഈ മക്കളെ നീ ചേർത്ത് പിടിക്കണമേ. ഇവിടെ നിയോഗങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഇവിടെ എല്ലാ ആഗ്രഹങ്ങളെയും ആശങ്കകളെയും ആകുലതകളെയും കർത്താവെ നീ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.